10th ഗ്രേഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് അല്ലെങ്കിൽ ഏത് സ്ട്രീം സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിക്കുമ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് പല സമയത്ത് നമ്മുടെ മുമ്പിലുള്ളതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എന്നുള്ളത്. അപ്പോൾ ഈ പലപ്പോഴും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു 10 കുട്ടികൾ എടുക്കുകയാണെങ്കിൽ 10 കുട്ടികൾക്ക് ഒരേ ക്വസ്റ്റ്യൻസാണ് വരാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരേ ടൈപ്പ് MCQ ക്വസ്റ്റ്യൻസ് അത് ജസ്റ്റ് ആൻസർ ചെയ്ത് പോവുക. ഒരു 2 hour 3 hour കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ സ്കൂളുകളിലൊക്കെ നമ്മൾ മാത്സ് എക്സാം ഒക്കെ എഴുതുന്ന പോലെ തന്നെ ഏകദേശം അതേ ഒരു മോഡലിലാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ഉള്ളത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടും. എനിക്ക് ഏറ്റവും കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ടുള്ളത് സയൻസ് സെലക്ട് ചെയ്യുന്നതായിരിക്കും, എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവേണ്ട കാലഘട്ടത്തിലാണ്. കാരണം അതിന് മാത്രം ടെക്നോളജി ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഒരു കരിയർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൊക്കെ ഇങ്ങനെ ഫിക്സ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിക്കും ചോദിക്കണം. 2 കുട്ടികൾക്ക് 2 രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റണം. കാരണം ഓരോ 2 കുട്ടികൾ 2 ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ നാട്ടിൽ വരും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും.